40 CRPF ജവാന്മാരുടെ ജീവൻ ജമ്മു ശ്രീനഗറിലെ ദേശീയപാതയിലെ പുൽവാമയിൽ പൊലിഞ്ഞിട്ട് ഇന്നേക്ക് 7 ആണ്ട് തികയുന്നു. പുൽവാമയിലെ CRPF കോൺവോയ് വാഹനത്തിന് നേരെ 2019 ഫെബ്രുവരി 14-നാണ് ചാവേർ സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം യാതൊരു പ്രകോപനവുമില്ലാതെ CRPF വാഹന വ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. സ്ഫോടനത്തിൽ മാതൃരാജ്യത്തെ സ്നേഹിച്ച 40 ധീര ജവാന്മാരുടെ ജീവൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ നഷ്ടമായി. 35-ലേറെ പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഈ കൊടും ഭീകരത നടമാടിയ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. അന്ന് ചാവേറായി മാറിയ ആദിർ അഹമ്മദ് ദറിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് പിന്നീട് തെളിഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി രാജ്യത്തിന് നേരിട്ട തിരിച്ചടി പിന്നീട് രാജ്യത്തിന്റെ സൈനിക നയതന്ത്ര രൂപവൽക്കരണത്തെ സ്വാധീനിച്ചു. തുടർന്ന് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി. പുൽവാമ ഭീകരാക്രമണത്തിന് 12 ദിവസത്തിനകം ഇന്ത്യ തിരിച്ചടി നൽകി. 2019 ഫെബ്രുവരി 26-ന് ഇന്ത്യൻ വ്യോമസേന ബാലക്കോട്ടിലെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിലെത്തി ആക്രമണം അഴിച്ചുവിട്ടു. 40 സുരക്ഷാ സൈനികരുടെ ജീവൻ നഷ്ടമായ ഓർമ്മ ദിനമായ ഫെബ്രുവരി 14 ഭാരതം കറുത്ത ദിനമായി ആചരിക്കുന്നു. ഭീകരാക്രമണത്തിൽ ധീരമൃത്യു വരിച്ച രക്തസാക്ഷികളായവരെ എല്ലാ വർഷവും രാജ്യം ആദരിക്കുന്നു. 7-ാം വാർഷികമായ പുൽവാമ ദിനമായ ഇന്ന് രാജ്യം കനത്ത സുരക്ഷയിലാണ്. വീണ്ടും ഒരു ഭീകരാക്രമണം ഭയന്ന് ശ്രീനഗറിലും ഡൽഹിയിലും മറ്റു തിരക്കേറിയ പ്രദേശങ്ങളിലും പോലീസ് മിന്നൽ പരിശോധന നടത്തി വരികയാണ്.